ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇന്നലെ രാവിലെ തന്നെ ഒരു പ്രോഫിറ്റായിട്ട് നമുക്ക് വന്നത്? ഞാൻ വീഡിയോ എടുക്കുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾക്ക് രാവിലെ തന്നെ ഒരു പ്രോഫിറ്റ് എന്തായാലും വന്നിട്ടുണ്ടാവും. ഹോൾഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവും. ഞാൻ ബേസിക്കലി ഇങ്ങനെ BTS ഒന്നും പ്രൊമോട്ട് ചെയ്യാത്ത ആളാണ്. എന്നാലും ഞാൻ ചോദിക്കണതാണ്, ഇപ്പോൾ വാറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതവിടെ കിട്ടിയിട്ടുണ്ടാവും. 250 പോയിൻ്റാണ് നിഫ്റ്റിയിൽ വന്നേക്കണത്. മീൻസ് ഒരു 50 രൂപയുടെ സ്ട്രൈക്ക് 250 രൂപ വരെ പോയിട്ടുണ്ട്. ക്രൂഡ് ഓയിലാണെങ്കിലും ഭയങ്കര രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. 500 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ക്രൂഡ് ഓയിൽ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ പ്രീമിയമാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം കാശ് ഇറക്കിയിട്ട് വേണം സംഭവം ഹോൾഡ് ചെയ്യാൻ. ഹൈ പ്രീമിയം ആയതുകൊണ്ട് ഒരു എക്സ്പയറി ഡേയ്സിലാണ് ഇതൊക്കെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു. 2-3 ദിവസം ഇടപെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പ്രീമിയത്തിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ വലിയൊരു പ്രീമിയത്തിൽ നമുക്ക് എടുക്കണം. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം പറഞ്ഞത്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഈ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള വാറ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഒരു മാർക്കറ്റിനെ ക്രാഷ് ആക്കുക എന്നുള്ള ലെവലാണ് നടക്കുകയുള്ളൂ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഹോർമുസ് തീരത്ത് ആണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില മാത്രമല്ല അവിടെ പ്രശ്നം. അവിടെ ചരക്ക് നീക്കത്തിന് ഇൻവെൻട്രി ക്യാരി ഫോർവേഡ് നടക്കില്ല. അങ്ങനത്തെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു ഫോളിലേക്ക് പോകും. തൽക്കാലം ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടി നടത്തിയിട്ടില്ല. മിഡിൽ ഈസ്റ്റ് ഫുള്ളൊരു പ്രശ്നത്തിലേക്ക് പോകും അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇറാൻ ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യം നടത്തിയിട്ടില്ല. എന്താണേലും അവരുടെ പ്രസിഡൻ്റ് എന്തായാലും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതായത് ഒരു തലവനില്ലാത്ത ഏരിയയിലാണ് ഇപ്പോഴും അമേരിക്ക യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് വേറൊരാളിനാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഓൾറെഡി അവർ ഉദ്ദേശിച്ച കാര്യം നടന്നു. മീൻസ് അമേരിക്ക ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നു. ഇനി അവർക്ക് നടക്കാൻ വേണ്ടത് അവരുടെ ഇതായിട്ടുള്ള നിയമങ്ങൾക്ക് ഇറാൻ വരിക എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. അത് എന്തായാലും അത്ര ഈസി അല്ല. ടോട്ടലി ഇതിനെ പറയാമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാത്തൊരു ഏരിയയിലാണ് അമേരിക്ക പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത്, അതും ഇസ്രായേൽ വഴി. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല, ഇങ്ങനത്തെ ഒരു വാറിൻ്റെ വരെ ആവശ്യമില്ല. എല്ലാ നിയമങ്ങളും പാലിച്ചു പോകുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവിടെ കയറിയിട്ടാണ് അമേരിക്കയ്ക്ക് ആവശ്യമുള്ള സംഭവം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ മൊണോപ്പൊളി കളിക്കാൻ നിൽക്കുന്നതാണ് അമേരിക്ക. വെനസ്വേലയുടെ അടുത്ത് എന്ത് ചെയ്തു അത് തന്നെയാണ് ഇറാൻ്റെ അടുത്തും ചെയ്തേക്കുന്നത്. വെനസ്വേല പ്രസിഡന്റ് ഇപ്പോഴും ജീവനോട്ട് ഉണ്ടാവും. പക്ഷേ ഇയാളിനെ എന്തായാലും കൊന്നിട്ടുണ്ട്. എക്സാക്റ്റ് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് വാറിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ വാർ ഫോക്കസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ കണ്ടിന്യൂ ആയിട്ട് നടക്കും. മാർക്കറ്റ് അപ്പം നമുക്ക് റെഡിയാണെന്നില്ല. നിങ്ങൾ ഓരോരോ ലെവലുകൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. സൈഡിലേക്ക് പോകാൻ പാടാണ് എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് പോകണമെങ്കിൽ ഓൾറെഡി വാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇടിഞ്ഞേക്കണത്. ഇനിയും ഇടിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടാം, ഗോൾഡിൻ്റെ വില കൂടാം. അപ്പോഴൊക്കെ മാർക്കറ്റിന് താഴെ വരേണ്ടി വരും. ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിനൊക്കെ താഴെ വരേണ്ടി വരും. കൊമോഡിറ്റീസിൻ്റെ വില കൂടും. ഇതൊരു സിനാരിയോ സ്റ്റില്ലാണ് നിൽക്കുന്നുണ്ട്. എന്നാലും വാറിൻ്റെ ന്യൂസ് നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ഒരു സീസ് ഫയർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂസൊക്കെ കറക്റ്റായിട്ട് നോക്കുക. ഇന്നലത്തെ ഒരു ലെവലാണിത്. മാർക്കറ്റ് ഇന്നലെ ഒരു 450 മൈനസിലാണ് ഓപ്പൺ ചെയ്തത്. നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു 450 മൈനസായിട്ട് പിന്നെ ഒരു 250 മൈനസിലേക്ക് കയറുകയായിരുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോ അടിയിലേക്ക് ഒരു നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെയും മാർക്കറ്റ് ലാസ്റ്റ് ടൈമിന് റിക്കവറി നടത്തി. അപ്പോൾ എൻ്റെ ഉള്ള അത്യാവശ്യം ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയിൽ അത്യാവശ്യം ട്രേഡ് നല്ലവണ്ണം വന്നിട്ടുണ്ട്. ഈ രാവിലെ സെഗ്മെൻറ്റിൽ നിങ്ങൾ ഇവിടെ ഒരു കാണുന്ന ഈ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഈ ഒരു ഇറക്കം, ഈ ഇറക്കത്തിൽ നിങ്ങൾക്ക് അധികം പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ രാവിലെ 9:15 to 10 മണിയുടെ ഉള്ളിൽ തന്നെ മാർക്കറ്റിൻ്റെ പ്രീമിയം ഹൈ ആണ്. ഒരു 100 രൂപ 120 രൂപയൊക്കെ വരും പ്രീമിയം അറ്റ മണിക്ക്. അപ്പോൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അവിടെ ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് SLA വരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പ്രീമിയം വെൽറ്റിയിൽ നിങ്ങൾ ഈസി ആയിട്ട് പെടും. അപ്പോൾ മാർക്കറ്റിന് ഒരു ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 12:30 കഴിഞ്ഞപ്പോഴൊക്കെയാണ് മാർക്കറ്റിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈമിലേക്ക് എത്തിയേക്കണത്. അതിനുശേഷം ഹീറോ ടൈം ഒരു 1:30 1:30ക്ക് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട മെയിനായിട്ടൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യേണ്ടത്.
അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എക്സ്പയറി ഡേറ്റ്സിൻ്റെ മാത്രം വിഷയമല്ല. നിങ്ങൾ ഓരോ ദിവസത്തിനും ഓരോരോ പ്രൈസ് എല്ലാ ഇൻഡെക്സിനും ഉണ്ട്. ആ ഒരു പ്രൈസിൻ്റെ മുകളിൽ ട്രേഡ് എടുക്കുമ്പോൾ, അതായത് 100 രൂപയ്ക്ക് എടുക്കേണ്ട ദിവസത്തിന് നിങ്ങൾ 150 പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ 50 രൂപ എന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്ത് പോകേണ്ട പ്രൈസാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും 50 രൂപ നല്ല രീതിക്ക് ബുള്ളിഷാവും, നല്ല രീതിക്ക് ബുള്ളിഷാവും. പക്ഷേ അത് ബുള്ളിഷായാലേ ഉള്ളൂ. നമ്മളെപ്പോഴും ഒരു ലോസ് മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ. അതുകൊണ്ടാണ് ഞാൻ പറയണത് 50 രൂപ എപ്പോഴും ഒരു കൂടുതൽ തന്നെയാണ്. 100 രൂപയിൽ ട്രേഡ് എടുക്കേണ്ട ദിവസത്തിൽ 100 രൂപ തന്നെ, അല്ലെങ്കിൽ 100ൻ്റെ അടിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾ ഫാർ ഔട്ട് ഓഫ് ദ മണി പോകാനല്ല പറയുന്നത്, അറ്റ് ദ മണി അല്ലെങ്കിൽ അടിയിലെടുക്കണ സ്ട്രൈക്ക്. മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് മൈൻഡിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസിന് നിങ്ങൾ ചെയ്യണ സമയത്ത് 30, 35, 40 രൂപയ്ക്കൊക്കെയാണ് രാവിലെകളിൽ മോർണിംഗ് സെക്ഷൻസിൽ നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വന്നു? അവിടെ 100 രൂപ 120 രൂപയൊക്കെ വന്നു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച. അത്രയും വലിയ എമൗണ്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും കാണിച്ചൊരു ട്രേഡ് എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മെൽറ്റിങ്ങിൽ നിങ്ങൾ പെടും. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഹൈ മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചാടി കയറിയാലും പ്രോഫിറ്റ് കിട്ടും, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ അതൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് വേ അല്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഹൈ മൊമെൻ്റം കിട്ടില്ല. നിങ്ങൾക്കൊരു എല്ലാ ദിവസവും മാർക്കറ്റിൽ വാറ് നിൽക്കില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരും ഇതിൻ്റെ ഉള്ളിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ട്രേഡുകൾ ഈ ടൈമിനൊക്കെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ടൈമിനൊക്കെയാണ് കിട്ടിയത്. രാവിലെ കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല, രാവിലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രീമിയം മെൽറ്റിങ്ങിന് പെട്ടിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നിഫ്റ്റി ചാർട്ടാണ്. നിഫ്റ്റി ചാർട്ട് ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രൈസിലേക്ക് വരുള്ളൂ. സ്പോട്ട് നോക്കിയൊന്നും ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചതെന്ന് മാത്രം. ഇത് 24,750 ആണ്. സിയിലേക്കാണ്. സിയിലേക്ക് നമുക്ക് നല്ലൊരു പുഷ് വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഇതോടെ 50 പോയിൻ്റാണ് ഒറ്റ ട്രേഡിൽ വന്നേക്കണത്. ഇനി എൻ്റെ മുകളിലത്തെ ട്രേഡ് ആണെങ്കിലും 10-25 പോയിൻ്റ് ചെറിയൊരു മൂവ്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കും പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതും 0 ആണ്. 24,600 പി. ഞാൻ കൊടുത്തതാണ് പ്രൈസ് ഇവിടെ കാണാൻ പറ്റി. 23.05 2 വട്ടം ട്രേഡ് വന്നിട്ടുണ്ട്. നമുക്കൊരു ഗ്രീൻ ക്യാൻ ലോസിങ് മതി. ഈ പ്രൈസിൻ്റെ മുകളിലൊരു ഗ്രീൻ ക്യാൻ ലോസിങ്ങിന് ട്രേഡ് എടുക്കാം. ഇത് അതേ ട്രേഡിന് 24,600 പിയുടെ വേറൊരു ഏരിയ ആണ്. ആ 2 ട്രേഡ് തന്നെയാണ്. ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ വേറൊരു എൻട്രി കൂടി വന്നിട്ടുണ്ട്. അത് 30 പോയിൻ്റ് കയറിയിട്ടുണ്ട്. ഇതൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെയാണ് കേട്ടോ. നേരത്തെ സ്പോട്ട് ചാർട്ടിൽ കണ്ടിട്ടുള്ള ഏരിയകൾ തന്നെയാണ്. ഇതൊക്കെ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. മീൻസ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ട്രെൻഡ് ലൈൻ ബേസ്ഡ് ട്രേഡാണ്. കറക്റ്റ് ഈ സപ്പോർട്ടിൽ എത്തണം നേരത്തെ ട്രേഡ് എടുക്കാനാണ് പറഞ്ഞത്. ആ ഒറ്റ കയ്യിൽ തന്നെ 10-20 പോയിൻ്റ് ഉണ്ട് കേട്ടോ. പിന്നെ 24,800 പി ആണ്. ഇത് ഒരു ട്രെൻഡ് ലൈൻ ബേസ്ഡ് തന്നെ നേരത്തെ കണ്ട പോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതൊക്കെ. ഇത് നമ്മൾ രാവിലെ എടുത്താണ്. 24,800 പിയിൽ രാവിലെ കിട്ടിയ ട്രേഡുകളാണ് ഇതൊക്കെ. നമുക്ക് അടിയിൽ ടൈമാണ് 10 മണിക്കൊക്കെയാണ്. അപ്പോൾ SL പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അടുത്തടുത്ത എൻട്രികളൊക്കെയാണ് പ്രോഫിറ്റിക്ക് വന്നത്. അപ്പോൾ ടോട്ടലി നമുക്ക് അത്രയും ട്രേഡുകളാണ് കിട്ടിയേക്കണത്. നമുക്കിപ്പോൾ ചാർട്ട് കാണിക്കാനില്ല, അതെന്താണെന്ന് വെച്ചാൽ എക്സ്പയറി ആയി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് കാണിക്കുക എന്നുള്ളതല്ലല്ലോ ലക്ഷ്യം. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ദിവസങ്ങളിൽ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ഇത്തിരി കെയർഫുള്ളായിട്ട് മാർക്കറ്റ് അനാലിസിസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ട് തന്നെ ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറേ ടാസ്കുകൾ നേരിടേണ്ടി വരും. ലോസുകളുണ്ടായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയണത് കേട്ടോ ഞാൻ. ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് നടന്നു, അതിനുശേഷം മാർക്കറ്റ് മുകളിൽ കയറി. ഇവിടെ സ്റ്റില്ലൊരു ബ്രേക്ക് നടന്നു, പിന്നെ മുകളിൽ കയറി. അപ്പോൾ 2 സപ്പോർട്ട് അവിടെ കിട്ടി. മനസ്സിലായാലേ? ഇനി മുകളിലേക്ക് എത്തിയപ്പോൾ എന്തുണ്ടായി? ഒരു റിവേഴ്സലായിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്താൽ അതിനുശേഷം അവിടെ നിന്ന് റിവേഴ്സലായി, പിന്നെയും ജസ്റ്റ് ഒന്ന് കയറി, പിന്നെയും റിവേഴ്സലാവുന്നുണ്ട്. ഇതാണ് കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ട്രെൻഡ് ലൈനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ് സെറ്റപ്പൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തിട്ടുള്ള ട്രേഡിങ് സെറ്റപ്പൊക്കെ അത്രയും നോളജ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൈസ് തന്നെ കണ്ടുപിടിച്ച് ചെയ്യാൻ നിൽക്കുക. നമ്മളിവിടെ കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പ്രൈസ് കിട്ടണത്, എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കേണ്ടത്, എത്ര നേരം നിങ്ങൾ ഹോൾഡ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എത്ര നേരം നിങ്ങൾ ഹോൾഡ് ചെയ്യണം എന്നുള്ളതൊക്കെ. അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണ ഒരു പരിപാടിയാണ് ട്രെൻഡ് ലൈൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ഇറങ്ങാൻ പറ്റും. ഇഫ് നമ്മുടെ എതിരെ പോകുന്ന ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. അല്ല, നമുക്കൊരു ട്രേഡ് അത് തരുന്നുണ്ട്, റീ എൻട്രി ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീ എൻട്രി എടുക്കാനും പറ്റും. അതിനൊക്കെ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും നോളജ് അതിൽ വരണം, എന്നാലാണ് അത് ചെയ്യുമ്പോൾ ഈസി ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടുകൾ കാണാൻ പറ്റും. എല്ലായിടത്തും നിങ്ങൾ കയറേണ്ടി വരും, ലോസുകളൊന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ പദം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ടൈമാണ് ഇമ്പോർട്ടൻറ്റ്. രാവിലെ 9:15 to 10:30 ഒരു ടൈം ഫ്രെയിമാണ്.
അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ട്രേഡ് നിങ്ങൾക്ക് എടുത്തോ. ബാക്കിയുള്ളത് ഒരു 12 മണി ടു 12:30 നല്ലൊരു ടൈമാണ്. ആ ടൈമിൽ കിട്ടുന്ന ട്രേഡ് നിങ്ങൾ എടുത്തോ. പിന്നുള്ളത് ഒരു 1:15 ടു 1:45 വരെയൊക്കെ അത്യാവശ്യം നല്ല ടൈമാണ്. അതിൽ വരുന്ന ട്രേഡ് നമുക്ക് എടുക്കാം. പിന്നുള്ളത് 2:30 ടു 3 മണി വരെയൊക്കെ അത്യാവശ്യം നല്ല റണ്ണിങ് ടൈമാണ്. 3 മണിക്ക് ശേഷം എല്ലാ ദിവസവും കാണാറില്ല, ചില ദിവസങ്ങൾ കാണാറുണ്ട്. അത്യാവശ്യം സ്പൈക്ക് ആവുന്ന രീതിയിൽ 3 മണിക്ക് ശേഷം കാണാറുണ്ട്. അതൊക്കെയാണ് ടൈം. അതിനനുസരിച്ച് നിങ്ങൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഇത്രയും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴും കുറേ ആൾക്കാർ കണ്ടീഷൻ ട്രേഡ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അവർ എനിക്ക് DM ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടീഷൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാറിൻ്റെ ന്യൂസ് നോക്കുക. മെയിനായിട്ട് നമ്മുടെ ഗോൾഡ്, ക്രൂഡ് ഓയിലൊക്കെ നോക്കുക. അതിൻ്റെ സ്പൈക്കുകളൊക്കെ നമ്മുടെ നിഫ്റ്റിയിൽ റിവേഴ്സലായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവില്ല. നമുക്ക് അത്യാവശ്യം ട്രേഡ് വരുന്ന ദിവസം മാത്രമല്ല, ട്രേഡ് ഇല്ലാത്ത ദിവസം എനിക്ക് സമയമുള്ള ദിവസം ഞാൻ ഇടും. അതുപോലെ തന്നെ റീൽസ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് റീൽസും കാണാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.